ഹലോ, നമ്മൾ കുറച്ച് നാളായല്ലേ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവൂലേ, എൻ്റെ ചെവി ഇച്ചിരി സീനായിട്ടിരിക്കുമായിരുന്നു. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് വീഡിയോ എടുക്കാം. അപ്പോൾ രാവിലെ തന്നെ കുറച്ച് സൺലൈറ്റ് ഒക്കെ കൊണ്ട് ഒന്ന് ഫ്രഷായി എണീക്കാമെന്ന് വിചാരിച്ചു. വാലുവേഷൻ ക്യാമ്പ് നടക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ദിവസമായിട്ട് ക്ലാസ് ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ അങ്ങ് ഹോസ്പിറ്റലിൽ പോയി ഈ ചെവിക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാമെന്ന്. അങ്ങനെ രാവിലെ തന്നെ റെഡിയായി ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അങ്ങനെ ഹോസ്പിറ്റലിലെത്തി. മനസ്സിനുള്ളിൽ നല്ല പേടിയുണ്ട്. ഡോക്ടറിനെ കാണുന്നത് വരെ മനസ്സിൻ്റെ ഉള്ളിൽ പല ചിന്തകളായിരുന്നു. കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പകുതി പ്രശ്നവും തീരും. ചെവി ചെറുതായിട്ട് ഇൻഫെക്ഷൻ ആയിപ്പോയി. അങ്ങനെ അതിനൊഴിക്കുള്ള മരുന്നൊക്കെ തന്നു. പിന്നെ ചെവി ഒന്ന് ക്ലീൻ ചെയ്തു. അപ്പം തന്നെ എൻ്റെ ചെവി അങ്ങ് തുറന്നു. ഇപ്പോൾ ഒരു പ്രശ്നമില്ല. അനിയത്തിക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് ക്ലാസ്. അങ്ങനെ അവളെയും കൊണ്ട് കോളേജിലാക്കിയിട്ട് ഞാൻ നേരെ മീൻ മേടിക്കാൻ വേണ്ടി പോയി. മീൻ കിട്ടിയില്ല. അതുകൊണ്ട് ഇന്നത്തെ ഫുഡ് ഫുൾ അങ്ങ് വെജ് ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് സോയാബീനും ബീൻസും ഒക്കെ മേടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വന്നു. നമുക്ക് കുക്ക് ചെയ്യാം. പാട്ടൊക്കെ കേട്ട് വൈബായിട്ട് കുക്ക് ചെയ്യുന്നതാണ് ഗൈസ് എനിക്കിഷ്ടം. കുക്കിംഗ് മാത്രമല്ല, പാട്ടൊക്കെ കേട്ട് എന്ത് ജോലി ചെയ്താലും ആ ജോലി പെട്ടെന്ന് തീർന്നത് മാതിരി തോന്നും. ഈസി ആയതുപോലെ തോന്നും. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞാൽ സോയാബീനാണ്. പണ്ടൊക്കെ എനിക്ക് സോയാബീൻ ഇഷ്ടമല്ലായിരുന്നു. പിന്നീട് സോയാബീൻ വെച്ചിട്ട് പല ഐറ്റംസ് ഉണ്ടാക്കാൻ ട്രൈ ചെയ്തു. അങ്ങനെ ഒരു ട്രൈയിൽ രക്ഷപ്പെട്ട ഒരു ഐറ്റമാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന സോയാബീൻ റോസ്റ്റ്. സോയാബീൻ റോസ്റ്റ് നമുക്ക് ഡ്രൈ ആയിട്ടും വെക്കാം, അതുപോലെ കുറച്ച് കറി കൂട്ടിയും വെക്കാം. അപ്പം ഞാൻ ഇന്ന് വെച്ചത് കുറച്ച് കറി കൂട്ടിയിട്ടാണ്. പിന്നെ ഞാൻ കുറച്ച് ബീൻസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ബീൻസ് അല്ല, പയർ, നമ്മുടെ വള്ളിപ്പയർ. അങ്ങനെ അതിനെയും ഒന്ന് തോരനാക്കി സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തോരനും സെറ്റായിട്ടുണ്ട്. പിന്നെ കുറച്ച് തുണിയൊക്കെ അലക്കാനുണ്ടായിരുന്നു. അപ്പോൾ തുണിയൊക്കെ അലക്കി സെറ്റാക്കി. എൻ്റെ പഴയ ബെഡ്ഷീറ്റ് കണ്ട് നിങ്ങളും എടുത്തിട്ടുണ്ടാവും. അതുപോലെ അത് കണ്ട് ഞാനും എടുത്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു ബെഡ്ഷീറ്റ് അങ്ങ് മാറ്റിയേക്കാം. അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി. പുതിയ വിശേഷങ്ങളായിട്ട് ഞാൻ വേഗം വരാം. അപ്പോൾ ശരി.